الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد മതഭൗതിക സാങ്കേതിക വിദ്യാഭ്യാസ സമന്വയ വിദ്യാഭ്യാസ പദ്ധതിയുടെ മഹത്വങ്ങൾ എല്ലാം നിങ്ങൾ കേട്ടു, നിങ്ങൾ മനസ്സിലാക്കി. ഇനി അത് ആവർത്തിച്ച് പറയേണ്ടതില്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ ദീന് അത് ഇസ്ലാമാണ്. വമൻ യബ്തഗി ഗൈറൽ ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാമല്ലാത്ത മറ്റൊരു മതം ആരെങ്കിലും സ്വീകരിക്കുന്നുവെങ്കിൽ അള്ളാഹു ആ മതം അവരിൽ നിന്ന് അംഗീകരിക്കുന്നതല്ല. അവൻ പരലോകത്ത് പരാജയപ്പെട്ടവരിൽപ്പെട്ടവൻ തന്നെ. ഇതിങ്ങനെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം ഈ മതം ഇന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചതുപോലെ, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ എന്തെങ്കിലും ഭീകരതയിലൂടെയോ തീവ്രതയിലൂടെയോ ഉണ്ടായതല്ല. പരിശുദ്ധ ഇസ്ലാം പണം കൊടുത്ത് ആളുകളെ കൂട്ടിയതല്ല, പ്രകോപനവും പ്രലോഭനവും കൊണ്ടുണ്ടായതാണ്. മറിച്ച് ലോകത്തിന്റെ മുക്കിലും മൂലയിലും എല്ലായിടങ്ങളിലും പരിശുദ്ധ ഇസ്ലാം വളർന്നു വന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ടും അതിനുശേഷം സഹാബത്ത്, താബിഈകൾ, അയിമ്മത്ത് മുജ്തഹിദുകൾ, ആരിഫീങ്ങൾ അവരുടെ കറാമത്ത് കൊണ്ടും മാത്രമാണ്. ഇത് എല്ലാവരും മനസ്സിലാക്കണം. തസവ്വുഫിന്റെ ഉലമാക്കൾ അവരാണ് ഇവിടെ ദീൻ വളർത്തിയത്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എല്ലാവർക്കും പരിചയമുള്ളതാണ്. ആ ഇഹ്യയിലും മറ്റ് അദ്ദേഹത്തിന്റെ അയ്യുഹൽ വലതു തുടങ്ങിയ ചെറിയ ചെറിയ കിതാബുകളിലും മുഴുവൻ ഗ്രന്ഥങ്ങളിലും ജനങ്ങളെ തസവ്വുഫിലേക്ക് ക്ഷണിച്ചു. തസവ്വുഫ് എന്താണ്? തസവ്വുഫ് ആ തസവ്വുഫ് കൊണ്ട് മാത്രമാണ് ഇസ്ലാം ഇവിടെ വളർന്നത്. ഒരാൾ സൂഫിയാവുക എന്ന് പറഞ്ഞാൽ അവൻ കുറെ പാട്ട് പാടുന്നവനാവുക എന്നല്ല. അലക്കാതെയും കുളിക്കാതെയും നടക്കുന്നവൻ എന്നും അല്ല. തസവ്വുഫ് ഏതെങ്കിലും
കള്ളത്തരീക്കത്തുകാരുടെ പിന്നാലെ പോയി നിസ്കാരവും നോമ്പും ഇബാദത്തുകളൊന്നും ഇല്ലാതെയായി അങ്ങനെ ഉണ്ടായതും അല്ല തസവ്വുഫ്. അയിമ്മത്ത് പറഞ്ഞു തസവ്വുഫ് എന്ന് പറയുന്ന ഈ മതം തന്നെ അത്താഉ യദുല്ലു അല തഖ്വ, അസ്സാദു യദുല്ലു അല സഫാഇൽ ഖൽബ്, അൽ വാവു യദുല്ലു അലൽ വിലായ, അൽ ഫാഉ യദുല്ലു അലൽ ഫനാഅ്. തഖ്വയും അതുവഴി മനുഷ്യന്റെ ഹൃദയം ക്ലിയർ ആയിരിക്കണം. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ റൈന് ചേറ് മനുഷ്യന്റെ ഹൃദയത്തിൽ പാടില്ല. കപട വിശ്വാസികളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അവരെ കൽബിൽ ചേറ് വരണ്ട് ചളി വരണ്ട് കിടക്കാണ്, എന്ത് പറഞ്ഞാലും അങ്ങോട്ട് കേൾക്കൂല. അങ്ങനെ ചളി പുരണ്ട് ചേറ് പുരണ്ട് കിടക്കുന്ന ആളുകൾ അല്ല ഹൃദയത്തിന് തസവ്വുഫിന്റെ ഇൽമു കൊണ്ട് തഖ്വയും ഹൃദയത്തിന് ശുദ്ധിയും ഉണ്ടാവണം. അങ്ങനെ ഹൃദയത്തിന്റെ ശുദ്ധി ഉണ്ടാകുമ്പോൾ അവനെ അല്ലാഹു തആല വിലായത്തിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ വിലായത്തിന്റെ ആളുകളെ മഹബത്ത് വെക്കുന്നതിലേക്ക് എത്തിക്കും. സ്വയം ട്രെയിനിങ് ചെയ്ത് വായിച്ചു പഠിക്കുന്ന ഒരു സാധനമല്ല വിലായത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔദാര്യമായി കൊടുക്കുന്ന ഒന്നാണ് വിലായത്ത്, അതായത് ഔലിയാക്കളാക്കി തീർക്കൽ. അങ്ങനെ വിലായത്ത് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകം തന്നെ നശ്വരമാണെന്ന പരിപൂർണ ചിന്തയും പരിപൂർണ അറിവും അവന്റെ കൽബിലേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ മനുഷ്യ ഹൃദയം ശുദ്ധീകരിക്കുകയും ഹൃദയത്തിന്റെ കമാല് വരുത്തുകയും ചെയ്യുക, അതാണ് തസവ്വുഫ്. ബഹുമാനപ്പെട്ട മുസന്നിഫ് അതിന്റെ കർത്താവ് നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ സഅദ് സഫീർ അശാറ ഇലാ ഖിസ്സത്തിൽ ഇമാം അൽ-ബുഖാരി وكان ضرير البصر في بعض حياته. ഇമാം ബുഖാരിയുടെ കണ്ണിന് കാഴ്ചയില്ലാതായി പോയി. കുറച്ചു കാലം കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ആ ഇമാം ബുഖാരിയുടെ പ്രിയപ്പെട്ട ഉമ്മ അല്ലാഹുവിനോട് രാത്രി സമയത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹ്, എന്റെ മകൻ വളരെ ബുദ്ധിയുള്ള മകനും പഠിക്കുന്ന മകനും ഉമ്മയുടെ ഒരൊറ്റ ഉണ്ടായ സമയത്ത് അല്ലാഹു തആല ഇമാം ബുഖാരി തങ്ങൾക്ക് കാഴ്ച മടക്കി കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഏറ്റവും വലിയ പണ്ഡിതനും ഏറ്റവും വലിയ സൂഫിയും ഏറ്റവും വലിയ മഹാനുമായി തീർന്ന ഇമാം ബുഖാരിയെ പറ്റിക്കാൻ വേണ്ടി ശത്രുക്കൾ വല്ലാതെ കണിഞ്ഞു. ഒരിക്കൽ ഇമാം ബുഖാരിയെ ഒരു ക്ലാസ്സിന് കൂട്ടിക്കൊണ്ടുപോയി, ഞങ്ങൾക്കൊരു ക്ലാസ് എടുത്ത് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചോദ്യം, ഹലിൽ ഖുർആനു മഖ്ലൂഖുൻ അം ലാ? പരിശുദ്ധ ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതാണോ അല്ലേ? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ മറുപടി പറഞ്ഞു,
ലൈസൽ ഖുർആനു ഖാലിഖൻ വലാ മഖ്ലൂഖാ ബൽ കലാമുല്ലാഹിൽ ഖദീം. പരിശുദ്ധ ഖുർആൻ ഖാലിഖുമല്ല മഖ്ലൂഖുമല്ല, അള്ളാഹുവിന്റെ ഖദീമായ കലാമാണ്, അള്ളാഹുവിന്റെ വാക്കാണ്, ഖദീമായ വാക്കാണ് എന്ന് പറഞ്ഞ സമയത്ത് ഇത് വെളിച്ചത്ത് വന്നുപോയാൽ ഈ പുത്തൻ പ്രസ്ഥാനക്കാരുടെ വാദം പൊളിയുമെന്ന് കണ്ടപ്പോ ക്ലാസ്സിന് കൂട്ടിക്കൊണ്ടുപോയ ആളുകൾ തന്നെ ഒച്ചയിട്ട് ബഹളം വെച്ച് കൂക്ക് വിളിച്ചുകൊണ്ട് ആർക്കും ഒന്നും தெரிയാതാക്കി അവരതാ ഉറക്ക വിളിച്ചു പറയുന്നു, ഇമാം ബുഖാരി ഖുർആൻ മഖ്ലൂഖാണ്, സൃഷ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. നഊദു ബില്ലാഹ്. ഇമാം ബുഖാരി തങ്ങൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് തന്റെ ഏതാനും ശിഷ്യന്മാരവിടെ ഉണ്ടായിരുന്നു, അവര് പിടിച്ചു കൊണ്ടുപോയി വലിയ സദസ്, സുന്നത്ത് ജമാഅത്തിന്റെ സദസ് ഒരുമിച്ച് കൂട്ടി കൊടുക്കുകയും ആ സദസ്സിൽ വെച്ചുകൊണ്ട് ഇമാം ബുഖാരി തങ്ങളെ ആശയം അതാ ഖുർആൻ മഖ്ലൂഖ് അല്ല എന്ന ആശയം അവിടുന്ന് വിവരിക്കുകയും ചെയ്തു. അങ്ങനെ ശത്രുക്കൾ വരെ ഏത് സമയവും സത്യത്തിനെതിരായി പറയാത്തത് പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വിജയിച്ച് വളരെ ഉന്നതമായ അവസ്ഥയിൽ എത്തി അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടിയ 4000-ഓളം വരുന്ന ഹദീസാണ് സഹീഹുൽ ബുഖാരിയിലുള്ളത്. ആ ഇമാം ബുഖാരി വലിയ തസവ്വുഫിന്റെ ആളാണ്, വലിയ തസവ്വുഫിന്റെ ആളാണ്. അഇമ്മത്ത് അർബഅത്ത്, 4 ഇമാമുകൾ, അവർ തസവ്വുഫിന്റെ ആളുകളാണ്, സൂഫി വര്യന്മാരാണ്. അൽ അഖ്താബു സിത്തത്ത്, 6 ഖുതുബുകൾ. الشيخ محي الدين عبد القادر الجيلاني، الشيخ أحمد الكبير الدفاعي، الشيخ إبراهيم الدسوقي، الشيخ تاج الأولياء السيد أحمد البدوي، قطب الأولياء إمام الشاذلي أبو الحسن الشاذلي، സുൽത്താൻ ഹിന്ദ്, മലിക്കുൽ ഹിന്ദ്, ഖാജ മഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹു. ഇതാണ് അൽ അഖ്താബു സിത്തത്ത്, സുപ്രസിദ്ധമായ വലിയ ഖുതുബുകൾ ഇവരാണ്. അതിൽ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഖുതുബ് ഖാജ മഈനുദ്ദീൻ ചിശ്തി തങ്ങളാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ സ്വന്തം കിതാബിൽ പറയുന്നു, ഇജ്തമഅതു അന വഖാജ മുഈനുദ്ദീൻ അലാ ജബലിൻ മിനൽ ജിബാൽ. ഞാനും ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളും ഒരു മലയിൽ ഒരുമിച്ച് കൂടി. ആ സമയത്ത് ഖാജ എന്നോട് പറഞ്ഞു, മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ, ഞാൻ നിങ്ങളുടെ കൂടെ ബഗ്ദാദിലേക്ക് വരാൻ തീരുമാനിക്കുന്നു. ബഗ്ദാദിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. ആ സമയത്ത് ഗൗസുൽ ആദം പറയുന്നു, ഞാൻ ോട് പറഞ്ഞു, നിങ്ങൾ ബഗ്ദാദിലേക്ക് വരാൻ പാടില്ല, നിങ്ങളെ അള്ളാഹുവിന്റെ ഹബീബായ റസൂല് ഇന്ത്യ രാജ്യത്തേക്ക് അയച്ചിട്ടുള്ള ആളാണ്, അതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ പോകണം, നിങ്ങൾ ബഗ്ദാദിലേക്ക് വരണ്ട എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന്
ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം പറഞ്ഞതായി കാണാം. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അങ്ങനെ ആ വലിയ ഖുതുബുകളും ഗൗസുകളും അബ്ദാലുകളും അവരെല്ലാവരും വലിയ വലിയ മഹാന്മാർ, ഇൽമു തസവ്വുഫിൽ മുങ്ങിക്കുളിച്ചവർ, ശരീഅത്ത് അതേ സമയത്ത് മുറുകെ പിടിച്ചവർ, ഒരു ശരീഅത്തിന് ഒരു അണുമണി പോലും വ്യത്യാസം വരുത്താതെ ശരീഅത്തിനെ മുറുകെ പിടിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്ത് തവക്കുലിന്റെ കമാലിലേക്ക് കൊണ്ടുപോയി. അതാണ് ഫനാ എന്ന് പറയുന്നതിന്റെ അർത്ഥം. കമാലായ തവക്കുല്, പൂർണ്ണമായ തവക്കുല്, അത് സമ്പാദിച്ചുകൊണ്ട് ഈ ഭൗതികമായ ലോകത്ത് എന്ത് ചെയ്താലും അതൊരു സാധാരണ ഓട്ടോമാറ്റിക് പ്രവർത്തനം പോലെ ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു. അതേ സമയത്ത് ഇതിന്റെ എല്ലാം ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, അള്ളാഹുവിന്റെ പൊരുത്തമാണ് എന്ന നിലക്ക് പ്രവർത്തിക്കുന്നവരാണ് സൂഫികൾ എന്ന് പറയുന്ന തസവ്വുഫിന്റെ ആളുകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഏത് ഇൽമു പഠിച്ചാലും തസവ്വുഫ് ഉണ്ടാവാം. ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ട് തസവ്വുഫ് ഇല്ലാതെ ആയി പോവുക, സയൻസ് പഠിച്ചത് കൊണ്ട് തസവ്വുഫ് ഇല്ലാതെയാവൂല. ഏത് ഇൽമു പഠിച്ചാലും അത് പഠിക്കുന്ന സമയത്തെല്ലാം അള്ളാഹുവിന് തഖ്വ ചെയ്യുകയും ഹൃദയം ശുദ്ധീകരിക്കുകയും ചെയ്ത് മഹാന്മാരായ ഔലിയാക്കളുടെ ആരിഫീങ്ങളുടെ വഴിയിലേക്ക് കടന്നു ചെന്ന് ആ വഴിയിലൂടെ ജീവിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് നമ്മുടെ ഹൃദയം നന്നായി തീരുകയും ഈ പറയപ്പെട്ട മഹാന്മാരുടെ കൂടെ നമുക്ക് കടക്കാൻ സാധിക്കുകയും ചെയ്യും. അതിനായിരിക്കണം എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളെല്ലാവരും പരിശ്രമിക്കുന്നത്, വിദ്യാർത്ഥികളും അല്ലാത്തവരും പഠിക്കുന്നത് ആ നിലക്ക് ആവണം. നമുക്ക് ജോലി ചെയ്യണം. ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന, ദുനിയാവിൽ ഹസനത്ത് തരണമെന്ന് ദുആക്കാൻ അല്ലാഹു തആല പറഞ്ഞു. ഫിൽ ആഖിറത്തി ഹസന, ആഖിറത്തിലും ഹസനത്ത് വേണം. വഖിനാ അദാബന്നാർ, നരക ശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കണം എന്ന് പറയുന്നു. ദുനിയാവും ആഖിറവും ഒരുമിച്ച് കൂട്ടുന്നു. ആ അവസ്ഥയാണ് നമുക്ക് വേണ്ടത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാക്കുന്നതും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്നതും എന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളും സർട്ടിഫിക്കറ്റ് വാങ്ങുന്നവരും കൊടുക്കുന്നവരും സഹായിക്കുന്നവരും എല്ലാം ചിന്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സ്ഥാപനം അവൻ പൊരുത്തപ്പെട്ട സ്ഥാപനമാക്കി തരട്ടെ. ഇതിനു വേണ്ടി തുടക്കത്തിൽ പ്രവർത്തിച്ചിരുന്ന നമ്മുടെ അരബിക്കുട്ടി ഹാജി, അതുപോലെ മൂസ ഹാജി തുടങ്ങി പലരും മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹു തആല അവരുടെ ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അബൂ ഹനീഫ് അൽ ഫൈസിയും അതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും അവർക്ക് അല്ലാഹു തആല ഏറ്റവും വലിയ ശക്തി പ്രദാനം ചെയ്യട്ടെ, പ്രവർത്തിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. റഹ്മാനുള്ളാഹിമായ റബ്ബ് നമ്മുടെ സർവ്വ രോഗങ്ങളും ശിഫയാക്കി തരട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കി തരണേ അള്ളാ. ഞങ്ങളെ ബന്ധപ്പെട്ടവരെ രോഗം ശിഫയാക്കണേ അള്ളാ. ഞങ്ങൾക്ക് നീ ശിഫ നൽകണേ അള്ളാ, ആഫിയത്ത് നൽകണേ അള്ളാ, ഇസ്സത്ത് നൽകണേ അള്ളാ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ സർവ്വ വിഷമങ്ങളും തീർത്തു തരണം റഹ്മാനെ. സാഹിര്യങ്ങളെ സേറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അള്ളാ. ചതിയന്മാരെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അള്ളാ. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഗുണകാംക്ഷികളായ നിരവധി ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഉസ്താദുൽ അസാത്തീദ് അടക്കം, കുണ്ടൂർ ഉസ്താദ്, ബാപ്പ മുസ്ലിയാർ, ബാവ മുസ്ലിയാർ തുടങ്ങി നമ്മുടെ ആലിമീങ്ങളൊക്കെ മരണപ്പെട്ടു പോയവർ, അവർക്കെല്ലാം നീ ദർജനയേറ്റി കൊടുക്കണേ അള്ളാ. അവരെയും ഞങ്ങളെയും ഹബീബായ നബിതങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അള്ളാ. ഞങ്ങളെ ദുആ നീ ഖബൂൽ ചെയ്യണേ അള്ളാ. ഇവിടെ നിന്ന് പഠിച്ച് ഇന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി പുറത്തു പോകുന്ന ഹാഫിളീങ്ങൾക്കും ബുഖാരി സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന കുട്ടികൾക്കും നല്ല തൗഫീഖ് ഏറ്റിക്കൊടുക്കണേ അള്ളാ.
ദീനി ഖിദ്മത്തിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അവരെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായി സജീവ പ്രവർത്തകരായി വളർത്തണേ അല്ലാഹ്. برحمتك يا أرحم الراحمين. صلى الله على سيدنا രണ്ട്